വിശദമായ വാർത്തകൾ നോക്കാം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. അതിരാവിലെ തന്നെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് രാഹുലുമായി അന്വേഷണ സംഘം പുറപ്പെടുകയായിരുന്നു. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലാണ് തെളിവെടുപ്പ് നടത്തിയത്. കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. രാഹുൽ അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നില്ല എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുലുമായി കോടതിയിലെത്തിയപ്പോഴൊക്കെ. അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണോ ഇത്ര പുലർച്ചെയുള്ള തെളിവെടുപ്പ്? നാളെ വൈകിട്ടാണ് തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് SIT സംഘത്തിന്റെ ആലോചനയിലുള്ള കാര്യങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ള വലിയ സങ്കീർണമായ സാഹചര്യത്തിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഇത്തരത്തിലൊരു നീക്കമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ വലിയ രീതിയിൽ GVFI പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ചീമുട്ട ഇറക്കി രാഹുലിന് നേരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ പാടുപെട്ടുകൊണ്ട് തന്നെയായിരുന്നു വൈദ്യപരിശോധന പൂർത്തിയാക്കിയും ഒപ്പം തന്നെ പിന്നീട് കോടതിയിലേക്ക് ഹാജരാക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. ജയിലിന് പുറത്തിറങ്ങുന്ന ആ സമയം മുതൽ തന്നെ രാഹുലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തിരുന്നു. റോഡിൻ്റെ ഇരുവശത്തൊക്കെയായി പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതുതന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സുരക്ഷയുടെ ഭാഗമായാണ് ഇങ്ങനെ അതീവ രഹസ്യമായി തന്നെ പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ തെളിവെടുപ്പ് പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉള്ളൂ എന്നുള്ളതാണ്. 3 ദിവസത്തേക്ക് മാത്രമാണ് കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും, അതായത് അന്വേഷണ സംഘം കൃത്യമായ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അതായത് അതിൽ ഈ പറയുന്ന തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെത്തിക്കുക, അവിടെ പരിശോധന നടത്തുക, ഒപ്പം തന്നെ മറ്റിടങ്ങൾ, അതായത് രാഹുലിൻ്റെ വീട്, ഒപ്പം തന്നെ പാലക്കാട്ടെ ഫ്ലാറ്റ്, മറ്റ് ചില ഇടങ്ങൾ കൂടിയുണ്ട്. അതായത് അത് അന്വേഷണ സംഘം വ്യക്തമാക്കിയില്ല എങ്കിൽ പോലും തന്നെ മറ്റു ചില ഇടങ്ങളിലൂടെയൊക്കെ രാഹുലിനെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. ആ ഘട്ടങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധമുണ്ടായാൽ ഒരുപക്ഷെ ആ സമയം അങ്ങനെ പാഴായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പോലെ തന്നെ പുലർച്ചെ തന്നെ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റോളം കൂടിയാണ് ഇത്തരത്തിൽ ഈ മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞ ഈ ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ റൂമിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് പരിശോധന നടത്തിയ ശേഷം ഏകദേശം 15 മിനിറ്റിന് ശേഷം വീണ്ടും രാഹുലുമായി സംഘം AR ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാകും. ഇതുവരെയും രാഹുൽ ഈ അന്വേഷണ സംഘത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് നിലവിൽ രാഹുലിൻ്റെ iPhone, ആദ്യത്തെ ഫോൺ നേരത്തെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ആ ഫോണിൻ്റെ പാസ്വേഡ് നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാനോ രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതായത് ഒരു ചിരി മാത്രമാണ് രാഹുലിൻ്റെ മുഖത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാത്തിനെയും ചിരിച്ച് പുച്ഛിച്ച് കളയുന്ന രീതിയിൽ എല്ലാ സമീപനവും ആ രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തോടും ഇതേ രീതിയിൽ തന്നെയാണ് രാഹുലിൻ്റെ ഒരു സമീപനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അസാധാരണ നീക്കവും SITയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതായത് സാധാരണഗതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നീട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഒപ്പിടിക്കുക, അതായത് ആരാണോ പ്രതി അവരെ കൊണ്ട് ഒപ്പിടിച്ചതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെയൊക്കെ ഇതിനും രാഹുൽ തയ്യാറാകാതെ വന്നതോടുകൂടി മറ്റൊരു അസാധാരണ നീക്കവുമായി, അതായത് അതായത് ഏതെങ്കിലും തരത്തിൽ പ്രതി ഒപ്പിടാൻ തയ്യാറായില്ല എങ്കിൽ കോടതി മുഖേനയുള്ള മറ്റു ചില നടപടിക്രമങ്ങളുണ്ട്. അത് മറ്റൊരു അഭിഭാഷകരെ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. ആ രീതിയിലേക്ക് SIT കടക്കുകയും ചെയ്തു. ചില അസാധാരണ നിമിഷങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ കേസിലും ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യൽ നടക്കും. ആ ചോദ്യം ചെയ്യലിലൊക്കെ രാഹുൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയണം. കഴിഞ്ഞ ദിവസത്തെ കൂട്ട് അതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണോ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി അന്വേഷണ സംഘം ഈ KPM ഹോട്ടൽ, അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത പാലക്കാട്ടെ KPM ഹോട്ടലിലെ 2002 റൂമിൽ എത്തി പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് രണ്ടാമത്തെ ഫോൺ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ആ ഫോണിൽ ഈ അതിജീവിതകളോട് സംസാരിച്ചതിൻ്റെ ചാറ്റുകളും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ചതിൻ്റെ ചാറ്റുകളും ഒക്കെ ഈ ഫോണിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നൊരു ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ലാപ്ടോപ്പിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘം തേടുന്നുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്കായിരിക്കും സ്വാഭാവികമായും അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ്. MG മിഥുനാണ് വിവരങ്ങൾ
നൽകിക്കൊണ്ടിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് പാലക്കാട്ടേക്ക് രാഹുലുമായി പോകുമോ? മിഥുൻ, അത്തരത്തിലുള്ള സൂചനകൾ ലഭ്യമാണോ? ഇപ്പോൾ നേരെ ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പക്ഷേ ഇത്രയും വലിയ പ്രതിഷേധവും ഇന്നലെ നമ്മൾ കണ്ടതാണ്. രാഹുലിൻ്റെ വാഹനത്തിന് നേരെ മുട്ടയെറിയുന്ന തരത്തിലുള്ള അങ്ങനെ വലിയ പ്രതിഷേധമൊക്കെ കണ്ടതാണ്. അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ പോലീസിന് പത്തനംതിട്ട തൊട്ട് പാലക്കാട് വരെ രാഹുലിനെയും കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു തെളിവെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? എന്തൊക്കെയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, അതായത് സ്വാഭാവികമായും പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടെ ഈ ഒരു KPM ഹോട്ടലിലും മറ്റു ചില ഇടങ്ങളിലും ഒക്കെ രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അതായത് ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ചില ആശങ്കകളുണ്ട്. അതായത് ഇത്രയും ദൂരത്തേക്ക് രാഹുലിനെ എത്തിക്കുക എന്നുള്ളതും അവിടെയൊക്കെ വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചില ആശങ്ക പോലീസിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘം കൃത്യമായി ഇപ്പോൾ നടത്തുന്ന അതേ സ്ട്രാറ്റജി തന്നെ, അതായത് ആരും അറിയാതെ പുലർച്ചെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ആയി ഇങ്ങനെ യാത്ര ചെയ്ത് അവിടേക്ക് പോവുക, അവിടെ തെളിവെടുക്കുക, അതിനുശേഷം തിരികെ മടങ്ങുക. ആ ഒരു രീതിയിലായിരിക്കും ഒരു പക്ഷേ ഈ പാലക്കാട്ടെ തെളിവെടുപ്പും ആ രീതിയിൽ തന്നെയായിരിക്കും ചാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ രാവിലെ പട്ടാപ്പകൽ ഇങ്ങനെ വലിയ വാഹന വ്യൂഹവുമൊക്കെയായി രാഹുലുമായി ഒത്ത് അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് തെളിവെടുക്കാൻ പോയാൽ അത് വലിയ രീതിയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടവെക്കുകയും ചെയ്യും. പലയിടങ്ങളിലും വാഹന വ്യൂഹത്തിന് പോകാൻ കഴിയാത്തത്ര തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ DYFയും അടക്കമുള്ള മറ്റ് പാർട്ടി യുവജന സംഘടനാ നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരും ഒക്കെ പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ആണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മറ്റൊരു പ്ലാൻ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആ രീതിയിലായിരിക്കും ഈ തെളിവെടുപ്പ് നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാലക്കാട് എത്തിച്ച് രാഹുലിനെ തെളിവെടുത്തേ തീരൂ. രാഹുലിനെ അവിടെ എത്തിച്ച് തെളിവെടുക്കുന്ന നടപടികളൊക്കെ ഉടൻ തന്നെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. വളരെ കുറച്ച് സമയം മാത്രമേ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 16-നാണ്. അതിനു മുമ്പ് തന്നെ ഈ കൃത്യമായി തെളിവ് ശേഖരിച്ച് ഈ കാര്യങ്ങളിൽ കൃത്യമായ റിപ്പോർട്ട് ഈ 15-ാം തീയതി വൈകിട്ട് വീണ്ടും തിരുവല്ല കോടതിയിൽ ഹാജരാക്കുമ്പോൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം ലഭിക്കരുത് എന്ന രീതിയിൽ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്തത്. അതായത് ഈ കേസിലെങ്കിലും രാഹുലിനെ അഴിക്കുള്ളിലാക്കുന്ന തരത്തിലുള്ള കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മറ്റ് 2 കേസുകളിൽ നമുക്കറിയാം അത് ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ തന്നെ വിവരങ്ങൾ ചോർത്തി നൽകുന്നു. തങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ തങ്ങൾ ഏതൊക്കെ തെളിവുകൾ ഇതുവരെ ശേഖരിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കൈമാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ നിന്നൊക്കെ കൃത്യമായി വളരെ സേഫായി രാഹുലിന് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് നിഷ്പക്ഷം പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അതുണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഈ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ഈ ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ഏതെങ്കിലും രാഹുലിന്റെ അഭിഭാഷകർക്കോ അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകർക്കോ ഒക്കെ ഇതിന്റെ വിവരങ്ങളൊക്കെ കൈമാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. രാഹുലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ഒരു കേസിൽ നിന്ന് വളരെ എളുപ്പം ഊരിപ്പോകാമെന്നുള്ള ആ ഒരു ചിരി ഇനി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കോടതിയിൽ എന്ത് നിലപാട് ആയിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും ഒപ്പം തന്നെ അന്വേഷണ സംഘം ഈ രാഹുലിനെതിരെ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളും ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നുള്ള ചാറ്റുകളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ രാഹുൽ ഈ ഘട്ടത്തിൽ എന്തായാലും അന്വേഷണവുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നതാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ. ഫോണിന്റെ ലോക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.